എൻ്റെ NT സ്കാൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ട്രൈമസ്റ്റർ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഫുൾ വോമിറ്റിങ്, നോസി എല്ലായിരുന്നു. ഫുഡിനോട് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ഒരു വാള് ഞാൻ വെച്ചു. അതിൻ്റെ ക്ഷീണത്തിലിരിക്കുന്ന ഇരിപ്പാണിത്. ഒരു വാൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്നത്. ഇപ്പോൾ കുറച്ച് മറവുള്ളതുകൊണ്ട് ഞാൻ വളരെ വിദഗ്ധമായി വെള്ളം എടുക്കാൻ മറന്നിരിക്കുന്നു. അപ്പോൾ സഞ്ജു ക്യാൻറ്റീനിൽ പോയി എനിക്ക് വെള്ളമൊക്കെ വാങ്ങി തന്നു. ഞാൻ അവിടെ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അന്നത്തെ ദിവസം സ്കാനിങ് റൂമിൻ്റെ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വെയിറ്റ് ചെയ്യുന്ന ഓരോ നിമിഷം എനിക്ക് ഓരോ യുഗങ്ങളായിരുന്നു. സത്യം പറഞ്ഞാൽ കുറച്ച് ടെൻഷനുണ്ട്. പിന്നെ ഈ ഛർദ്ദിച്ചതിൻ്റെ ക്ഷീണം, ഇനി അടുത്ത ഛർദ്ദി എപ്പോൾ വരും എന്നുള്ള ടെൻഷനൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ സ്കാനിങ് കഴിഞ്ഞു. ഡോക്ടർ പോയി കണ്ടു. ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഒന്ന് സമാധാനമായത്. പിന്നെ TT എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ TT എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സഞ്ജുവിന് ഇഞ്ചക്ഷൻ വെക്കണ കാണുന്നതെല്ലാം പേടിയാണ് കേട്ടോ. ആൾ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടേ ഇല്ല. ഇനി ഹോസ്പിറ്റലിൽ ഇറങ്ങി നമ്മൾ ആദ്യം പോയത് ഫുഡ് കഴിക്കാനാണ്. ഞങ്ങളുടെ വീട്ടുകാരുടെ സംശയം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണോ അതോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണോ എന്നുള്ളതാണ്. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. ഊണാണ് പറഞ്ഞത്. സഞ്ജു ഫിഷൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഫിഷ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയായ കാരണം ഞാൻ അത് കഴിച്ചിട്ടില്ല. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നൂലാത്തണം, അല്ലെങ്കിൽ അങ്ങനെ കാറി കയറി ഞാൻ എല്ലാം കൂടി കൊട്ടും. പിന്നെ കാറിലൊരു മുസമ്പി ഉണ്ടായതുകൊണ്ട് അത് മണത്ത് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. മുസമ്പി എൻ്റെ ലൈഫ് സേവർ ഫ്രൂട്ടായിരുന്നു കേട്ടോ. എനിക്ക് ആകെ കഴിക്കാൻ പറ്റിയത് ഇത് മാത്രമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിശപ്പിൻ്റെ വീട് വന്നപ്പോൾ ഞാൻ അത് എടുത്ത് അകത്താക്കി.